അഭിലാഷും ഒനിലും അനിമോളും സംസാരിക്കുന്നിടത്തേക്ക് നമ്മുടെ ഷാനവാസ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ഇവിടെ ഉള്ളത് ഇവിടെ കളഞ്ഞിട്ട് പോവുക. ഇത്രയും ദിവസമായിട്ട് മൂന്തം തിരിച്ച് കിടന്ന ഷാനവാസാണ് പുറത്ത് കുറച്ച് ചെളിവാരി എറിയുന്നുണ്ട്. അനിമോൾ പറയുകയാണ്. ഒനിലും അഭിലാഷും എല്ലാവരും വന്ന സമയത്ത് ആ മസ്താനി ഇവിടെ മൂലക്കിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നു. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഷാനവാസ് പറയുക, മസ്താനിയായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയതിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ഞാനാണ്. എനിക്ക് അവളോട് വൈരാഗ്യമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ ഗെയിമിൽ നിൽക്കുമ്പോൾ സംസാരിക്കുന്നതാണ്. എനിക്ക് ഇവിടെ ഇവളോട് ഞാൻ പല പ്രാവശ്യവും പിണങ്ങി സംസാരിച്ചിട്ടുണ്ട്. ഇത് ഗെയിമാണ്. ഇവിടെ സൗഹൃദ കൂട്ടായ്മയ്ക്കോ സ്നേഹബന്ധങ്ങളോ ഉണ്ടാക്കിയെടുക്കാൻ വന്നതല്ല. ഇതാരാ പറയുന്നത്? ഇവിടെ സൗഹൃദ കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി ആങ്ങളെ പെങ്ങളെ ബന്ധം ഉണ്ടാക്കി മിത്രത്തെ ഉണ്ടാക്കിയ ഒരാളാണ് ഈ പറയുന്നത്. നമ്മളെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിലുള്ള ഷാനവാസാണ് ഈ പറയുന്നത് കേട്ടോ. ഷാനവാസ് എത്രയും പുറത്ത് വരികയാണ്. ഇവിടെ വരുമ്പം നമ്മൾ പിന്നെ കുറച്ച് ബന്ധങ്ങളുണ്ടാവും, ജെന്യുവനായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു സൈഡിൽ കൂടെ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ഈ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അനീഷ് ഞാനും കൂടെയുള്ള സൗഹൃദത്തിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പറയാറില്ലേ, പരസ്പരം നോമിനേറ്റ് ചെയ്യാറില്ലേ, ഞങ്ങൾ തമ്മിൽ എവിക്ഷൻ നോമിനേഷൻ ചെയ്യാറില്ലേ. ഞാൻ ലാസ്റ്റ് നോമിനേറ്റ് ചെയ്ത് അനുവിനെയും ആര്യനെയാണ്. അതിൽ നിന്ന് ആര്യം പോയി. അതുപോലെ അനീഷിനെ നോമിനേറ്റ് ചെയ്താൽ അനീഷ് പോയാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ. അഭിലാഷ് പറയുന്നുണ്ട്, നീ ഇവർ തമ്മിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്, പക്ഷേ അവരെ അത് സൗഹൃദത്തിൽ ബാധിക്കത്തില്ല. ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ വേറൊരു കാര്യമുണ്ട്. ആദിലെ നൂറെ എന്തെങ്കിലും എന്നെപ്പറ്റി പറയാമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അനുമോളും പറഞ്ഞ് എനിക്ക് വിഷമമാകാറുണ്ട്. ഒന്നിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവില്ലേ? അപ്പോൾ ഷാനവാസ് പറഞ്ഞ് ഉണ്ടാവാറുണ്ട്. അവരെന്നെപ്പറ്റി പറയുന്നൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം പേഴ്സണലി എടുക്കുന്നു എന്നാണ്. ഞാൻ പേഴ്സണലി എടുത്തത് കൊണ്ടാണ് അവരെൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയതെന്ന് അവർക്കറിയില്ലല്ലോ. ഈ കഴിഞ്ഞ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില പറഞ്ഞ എന്താ? മുൾമുനയിൽ ഊഞ്ഞാലാടുന്ന ഷോനവാസ് ഇന്നല്ല ഇന്നലെ. അത് എന്നെ അടിക്കാൻ വേണ്ടി ആ വടിയെന്ന് പറയുന്നുണ്ട്. ഞാൻ പിണങ്ങി നിൽക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെ അടിച്ചു. അന്നേരം അനുമോൾ പറയുന്നുണ്ട്, ഞാനും പിണങ്ങി നിൽക്കുമ്പോൾ അവരെന്നെ അടിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിണങ്ങിയിരിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. എനിക്ക് അനുവിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അനുവിൻ്റെ അങ്ങനെ ഗ്രാഫ് വരച്ചതെന്ന് ഷാനവാസ് പറയുന്നു. ഇതൊക്കെ ഗെയിമാണ് അനു, ഗെയിമിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഷാനവാസ്. ഷാനവാസ് പറയാണ്, ഞാൻ ആദിലെ നൂറെ ഇതുവരെ എവിടെയും നോമിനേറ്റ് ചെയ്തിട്ടില്ല. 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഗെയിമെന്ന് പറയുന്ന ഒരു വലിയ മതിൽ നമ്മുടെ മുന്നിലില്ല, പിന്നെ സൗഹൃദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ അങ്ങ് തീർക്കുക. പുറത്തിറങ്ങുമ്പോൾ വേണ്ടുന്ന സൗഹൃദമാണ് ഇവിടുന്ന് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടതെന്ന് ഷാനവാസ് അനുമോളോട് പറയുന്നു. അനുമോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.